പാലക്കാട് നഗരസഭയിൽ പ്രമുഖ കോൺഗ്രസ് നേതാവും കുടുംബവും ബി.ജെ.പിയിൽ ചേർന്നിരിക്കുകയാണ്. പാലക്കാട് നഗരസഭയിലെ മുൻ കോൺഗ്രസിൻ്റെ നഗരസഭയിലെ ചെയർമാൻ സ്ഥാനാർത്ഥിയായിരുന്ന വെങ്കിടേശ്വരനും അതുപോലെ തന്നെ ഭാര്യ വൃന്ദയുമാണ് ഇപ്പോൾ ബി.ജെ.പിയിൽ അംഗത്വം സ്വീകരിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ബി.ജെ.പിയിലേക്ക് എത്താനുണ്ടായ സാഹചര്യം? ഇതൊരു പെട്ടെന്നെടുത്തുള്ളൊരു തീരുമാനമല്ല. ഇത് കുറച്ച് ദിവസങ്ങളായി ഇതിനെ സംബന്ധിച്ച് ആലോചന നടന്നിരുന്നു കുടുംബപരമായിട്ട് തന്നെ. ബേസിക്കലി ഞങ്ങളൊരു വേറിട്ടൊരു ടീമായിട്ടാണ് ഞങ്ങൾ നടക്കുന്നത് കുടുംബത്തിൽ തന്നെ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കൂട്ടായിട്ടൊരു തീരുമാനം എടുത്തു. നമ്മളൊരു നാഷണൽ ലെവലിലുള്ള ഒരു പാർട്ടി നല്ല രീതിയിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ മുഖം തിരിച്ച് നടക്കുന്നത് ശരിയല്ല. നമ്മൾ മെയിൻ സ്ട്രീമിൽ ഉണ്ടാവണം എന്നുള്ള ഒരു ചിന്ത വന്നു. അതിനാലും ഒരു തീരുമാനത്തിൽ അറിയാനുള്ള റീസൺ മെയിനാണല്ലേ. പിന്നെ ഞങ്ങൾ പല സ്ഥലങ്ങളിലും പോയി നോക്കുമ്പോൾ അവിടെ നടക്കുന്ന ഡെവലപ്മെൻറ്റ്സ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ ഓൾ ഓവർ ഇന്ത്യ പല സ്ഥലങ്ങളിലും സന്ദർശിക്കുന്ന പല അമ്പലങ്ങളിലും എല്ലാം പോകുമ്പോൾ എല്ലാം സ്വാഭാവികമായിട്ടും വികസനത്തിൻ്റെ ഒരു ഭാഗമാവാൻ നമ്മുടെ ഒരു ഷെയർ അതിനകത്ത് കൊടുക്കണം എന്ന് നമുക്ക് തോന്നി. അതിന് പറ്റിയ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്, പാർട്ടി എന്ന് പറയുന്നത് ബി.ജെ.പി തന്നെയാണ്. പാലക്കാട് നഗരത്തിൽ ഉൾപ്പെടെ ബി.ജെ.പി നടത്തുന്ന വികസനത്തിൽ ആകൃഷ്ടരായിട്ട് തന്നെ. അതെ, കാലപ്പോൾ എനിക്കതിൽ പ്രത്യേകിച്ച് പറയാന്ന് വെച്ചാൽ ഒരു 5 വർഷം മുമ്പുള്ള പാലക്കാട് ഒന്നും വേണം. നമ്മൾ ഏറ്റവും നന്നായിട്ട് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് ട്രെഞ്ചിങ് ഗ്രൗണ്ടിൻ്റെ ഒരു ഈ കൺവെൻഷൻ ലെഗസി വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുക എന്നുള്ളത്. ആയിരക്കണക്കിന് ടൺ വേസ്റ്റ് അവിടെ ഉണ്ടായിരുന്നു. അത് നിഷ്പ്രയാസം ഒരു 6 മാസം കൊണ്ട് എടുത്ത് കളഞ്ഞ് അതിനൊരു ഇച്ഛാശക്തി ഉണ്ടായിരുന്ന ഒരു ഭരണസമിതിയാണ് ഉണ്ടായിരുന്നത്. അതിൽ സ്മിതേഷ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വൈസ് ചെയർമാൻ ആയിക്കോട്ടെ പാർട്ടിയുടെ പിന്തുണ അതിനകത്തുള്ളതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു അപ്പം അങ്ങനെ ഒരു ക്ലീൻ ഈ സിറ്റി ഒരു ഡെവലപ്മെൻറ്റാണ്, പ്രധാനമായിട്ടും പറയേണ്ട ഒരു ഡെവലപ്മെൻറ്റാണത്. പ്ലസ് ഈ ഈ ടൗണിൻ്റെ വികസനം പല രംഗങ്ങളിലും വന്നുകൊണ്ടിരിക്കും, ഇനിയും വരുന്നുണ്ട്. അമൃത് പദ്ധതി ഉൾപ്പെടെ നിങ്ങൾക്ക് അറിയുമ്പോൾ എനിക്കറിയില്ല, 2014 ജൂലൈ മാസത്തിൽ ഈ അമൃത് പദ്ധതി നടത്താൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ്റിൽ ചർച്ചയ്ക്ക് പോയ ഒരാളാണ് ഞാനും. ഈ അന്നത്തെ വൈസ് ചെയർമാനായിട്ടുള്ള കൃഷ്ണകുമാർജിയും കൂടി ഞങ്ങൾ രണ്ടുപേരും കൂടി പോയിട്ടാണ് അന്നത്തെ മന്ത്രി വെങ്കയ്യ നായിഡുവിൻ്റെ അടുത്ത് ഈ പ്രൊജക്റ്റിനെ കുറിച്ച് അവതരിപ്പിക്കുന്നതും ഞങ്ങൾക്ക് ഫണ്ട് സാങ്ഷൻ കിട്ടാനുള്ളൊരു. അപ്പോൾ അന്ന് മുതൽ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, യു ആർ നോട്ട് സപ്പോസ് ടു ഗോ എനിവേർ എൽസ്, യു ബി വിത്ത് അസ് എന്നൊരു പറഞ്ഞിരുന്നു. പക്ഷെ നമ്മൾ ആ സർവീസ് 2020 പൂർത്തീകരിച്ചപ്പോൾ വരേണ്ടിയിരുന്നു. പക്ഷെ അന്ന് അസുഖം കാരണം വേറെ രീതിയിൽ അന്ന് പോയി. അല്ലെങ്കിൽ അന്ന് മുതലേക്ക് ഈ പാർട്ടിയുടെ ഭാഗമായിട്ട് ഒരു ആക്ടിവേറ്റ് ചെയ്ത് വന്നേനെ. കുറച്ച് വൈകിപ്പോയെന്ന് മാത്രമേ ഉള്ളൂ. കോൺഗ്രസിനകത്ത് ഇപ്പോഴും തീറ്റി നിർണ്ണയം തമ്മിൽ തല്ലുമ്പോൾ കയ്യാങ്കളി വരെയൊക്കെ എത്തി. കോൺഗ്രസ് മൈനസ് ഒരു പ്രത്യേക കമ്മ്യൂണിറ്റി കോൺഗ്രസ് ഒന്നുമല്ലാതെ പോയി. ഇപ്പോൾ അതാണ് മെയിൻ. കോൺഗ്രസ് -1 കമ്മ്യൂണിറ്റി, കോൺഗ്രസ് ഒന്നും അല്ല ഇപ്പോൾ. അതാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ. എന്താണ് കുടുംബവുമായിട്ട് ഹസ്ബൻഡിൻ്റെ ഒരു തീരുമാനം അതിനോട് പിന്തുണയ്ക്കാനുണ്ടായ കാരണം എന്താണ്? സ്ഥാനാർത്ഥിയായി ഉൾപ്പെടെ 5-ാം വാർഡിൽ മത്സരിക്കാനും പോവാണ്. തീർച്ചയായിട്ടും. എന്താ വെച്ചാൽ ഇദ്ദേഹം പറഞ്ഞ പോലെ ഡെവലപ്മെൻറ്റ് നന്നായിട്ടുണ്ട് പാലക്കാട്. നമ്മളും അതിലൊരു ഭാഗമാകണം, ആ ഉദ്ദേശമാണ്. അതിലും വലിയൊരു നഗരസഭയിൽ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം മൂന്നാമതുള്ള ഭരണത്തിന് ഇതൊരു കൂടുതൽ ഊർജ്ജം പകരുന്നതായി. കൽപ്പാത്തിയിൽ കോൺഗ്രസിൻ്റെ മുഖമാണ് ഈ കുടുംബം. കോൺഗ്രസിൻ്റെ താങ്ങി നിർത്തിയ, കോൺഗ്രസിനെ അവിടെ മുന്നോട്ട് കൊണ്ടുപോയിരുന്ന കുടുംബമാണ് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വന്നിട്ടുള്ളത്. അതുമാത്രമല്ല, ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചോളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള മുനിസിപ്പൽ ഭരണത്തിന് ഒരു മുതൽക്കൂട്ടാണ് അദ്ദേഹം. കാരണം മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചും മുനിസിപ്പൽ ഭരണത്തെ സംബന്ധിച്ചും ഇത്രയേറെ പരിജ്ഞാനമുള്ള ഒരു ഉദ്യോഗസ്ഥനില്ല. ഭാരതീയ ജനതാ പാർട്ടിയുടെ തുടർ ഭരണത്തിന് ഇത് വലിയ മുതൽക്കൂട്ടാവും. ഇപ്പോൾ തുടർന്നു വരുന്ന വികസന പ്രവർത്തനങ്ങൾ അതിലൊരു കുതിച്ചുചാട്ടം നടത്താൻ അദ്ദേഹത്തിൻ്റെ വരവ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഗുണം ചെയ്യുന്നുള്ളത് ഉറപ്പാണ്. ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ കൂടെ ചേരണ്ടേ? ഇനി കൂടുതൽ ആളുകൾ വരും ദിവസങ്ങളിൽ ബി.ജെ.പിയിലേക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ടെന്നാണ്. തീർച്ചയായിട്ടും. ഇത് തൊട്ട് മുമ്പ് കൃഷ്ണദാസിനോട് ഞാൻ സംസാരിക്കേണ്ടായി. ഞങ്ങളുടെ വികസന രേഖ ഞങ്ങൾക്ക് പുറത്തിറക്കേണ്ടില്ല. കാരണം ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഇപ്പോൾ വളരെ വിശദമായി തന്നെ പാലക്കാട് നഗരസഭയിൽ കഴിഞ്ഞ 5 വർഷം നടത്തിയതിൽ പ്രധാന കാര്യങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ജനങ്ങൾക്കിടയിലേക്ക് ഞങ്ങൾ ഇറങ്ങിച്ചെല്ലുന്നത് കഴിഞ്ഞ 10 വർഷത്തെ ഞങ്ങളുടെ പ്രോഗ്രസ് കാർഡുമായിട്ടാണ്. ഈ കഴിഞ്ഞ 10 വർഷം പാലക്കാട് നഗരസഭയിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ നഗരസഭാ ഭരണത്തിൽ, പാലക്കാട് നഗരസഭയ്ക്ക് ഏതാണ്ട് 150 വർഷത്തെ പാരമ്പര്യമുണ്ട്. ഈ 10 വർഷത്തെ ഭരണത്തിൽ ഞങ്ങൾ നടത്തിയ പദ്ധതികളും ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും മറ്റാർക്കു മുൻപിലും ചാലഞ്ച് ചെയ്യാവുന്നതാണ്. 140 വർഷത്തോളം ഇവിടെ മാറി മാറി ഭരിച്ച മുന്നണികൾ ചെയ്തതിനേക്കാൾ വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 10 വർഷത്തെ നഗരസഭ ഭരണസമിതി ചെയ്തിട്ടുണ്ട്. അതുമായി തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. നിരവധിയായ കുടുംബങ്ങൾ
BJP-യിലേക്ക് വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനാണെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇനിയും സീറ്റ് എല്ലാ വാർഡുകളിലും സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെ പൂർത്തിയാവാതെ വലിയ രീതിയിലുള്ള സീറ്റ് സംബന്ധിച്ച് സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ചൊക്കെയുള്ള തർക്കങ്ങൾ തുടരുന്നതിനിടെയാണ് ഒരു പ്രമുഖ കോൺഗ്രസ് നേതാവ് തന്നെ BJP-യിലേക്ക് എത്തിയിരിക്കുന്നത്. ശശികുമാർ പടന്നക്കാടിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.